പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണല്ലോ. ഈ പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള ട്രിക്സും ടെക്നിക്കുകളും അടങ്ങിയ പഠനതന്ത്രങ്ങളും ഓർമ്മസൂത്രങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ക്ലാസ്സാണിത്. ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും പരിശീലിച്ചു നോക്കൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിച്ചേക്കാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ കാറ്റഗറി സാധാരണയായി തുടർന്നു വരുന്ന രീതി എന്ന നിലയിൽ ഒരു പാരഗ്രാഫ് തന്ന് അതിൽ നിന്ന് 6 ചോദ്യങ്ങൾ ചോദിക്കാം എന്നതാണ്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ 45-ാമത്തെ പേജാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസിന് നാം സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ 45-ാമത്തെ പേജ് എടുക്കുക. ഇഖ്റ ഇന്ന അൽ ആത്തിയ, താഴെയുള്ള കണ്ടന്റ് വായിക്കുക. വഅജിബ് അനിൽ അസ്ഇല, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക. ഇൻതഹ സിബാഖു സലാസത്തി ആലാഫി മിത്തർ, 3000 മീറ്റർ മത്സരം അവസാനിച്ചു. ഫാസ അബ്ദുള്ള ബിൽ മർക്കസിൽ അവൽ, അബ്ദുള്ള 1-ാം സ്ഥാനത്തോടെ വിജയിച്ചു. ഇർതഫഅത്തി സഗാരീദു ബിത്തഷ്ജീഇ വത്തസ്ഫീഖി, കയ്യടികൾ കൊണ്ടും പ്രോത്സാഹനങ്ങൾ കൊണ്ടും ആരവങ്ങൾ ഉയർന്നു. ഹുവ അക്ബറുൽ മുത്തസാബിഖീന സിന്നൻ, അദ്ദേഹമാണ് വയസ്സുകൊണ്ട് ഏറ്റവും മുതിർന്ന വ്യക്തി. ഖല്ലദഹുൽ വസീറു അൽ വിസാമ ദഹബി, മന്ത്രി സ്വർണ്ണ മെഡൽ അണിയിച്ചു. തസാഹമ ഹൗലഹു അൽ മുറാസിലൂന മിൻ ഖനവാത്തിൻ മുഖ്തലിഫത്തിൻ ലിൽ മുഖാബല, അഭിമുഖത്തിനായി വ്യത്യസ്ത ചാനലുകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാർ അദ്ദേഹത്തിന് ചുറ്റും തിരക്ക് കൂട്ടി. ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ലിദ്ദു കലിമത്തു അസ്ഗർ, അസ്ഗർ എന്ന പദത്തിൻ്റെ ലിദ്ദിൻ്റെ അർത്ഥം വിപരീത പദം. അസ്ഗർ ഏറ്റവും ചെറിയ. ഇവിടെ നമ്മൾ പഠിച്ചു അക്ബർ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന, ഏറ്റവും വലിയ. രണ്ടാമത്തെ ചോദ്യം, സഗറദുൻ ജംഉഹു, സഗറദ് ആരവം, അതിൻ്റെ ബഹുവചനം നമ്മൾ പഠിച്ചു സഗാരീദ്, ആരവങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, കവ്വിൻ സുവാലൻ വാഹിദൻ ലി അബ്ദില്ല, നമ്മളിവിടെ പഠിക്കുന്നത് അഭിമുഖമാണ്. അഭിമുഖത്തിനുള്ള ഒരു ചോദ്യം അബ്ദുള്ളയോട് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ താഴെ കാണാം. കൈഫ ഇസ്തതഅത ഹാദാ, ഇത് എങ്ങനെ താങ്കൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ കം ഉംറുക്കൽ ആൻ, നിങ്ങളുടെ വയസ്സ് എത്രയാണ്, അല്ലെങ്കിൽ കം സിന്നുക്കൽ ആൻ, ഇപ്പോൾ നിങ്ങളുടെ വയസ്സെത്ര. നാലാമത്തെ ചോദ്യം, മൻ ഫാസ ഫി സിബാഖി സലാസത്തി ആലാഫി മിത്തർ, 3000 മീറ്ററിൽ ആരാണ് വിജയിച്ചത്. ഉത്തരം അബ്ദുള്ള, അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അഞ്ചാമത്തേത്, മാദ ഖല്ലദൽ വസീർ അബ്ദുള്ള, എന്താണ് മന്ത്രി അബ്ദുള്ളയെ അണിയിച്ചത്. ഉത്തരം ഖല്ലദൽ വസീറു അൽ വിസാമ ദഹബി, അല്ലെങ്കിൽ ഖല്ലദൽ വസീർ അബ്ദുള്ള അൽ വിസാമ ദഹബി. ആറാമത്തേത്, ഉക്തുബ് ഉൻവാനൻ മുലായിമൻ ലിഹാദിഹിൽ ഫിഖറ, ഈ പാരഗ്രാഫിന് യോജിച്ച ഒരു ഉൻവാൻ, തലക്കെട്ട്, ഒരു ഹെഡിങ് നൽകാം. ഹെഡിങ് ആയിട്ട് നമുക്ക് സലാസത്തു ആലാഫി മിത്തർ അല്ലെങ്കിൽ അബ്ദുള്ള, ഇതുപോലെയുള്ള കണ്ടൻറ്റുമായി യോജിക്കുന്ന ഒരു ഹെഡിങ് നൽകാവുന്നതാണ്. ഇവിടെ നമുക്ക് പ്രയോഗിക്കാവുന്ന തന്ത്രങ്ങൾ മാദ, മൻ, കൈഫ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ധാരാളമുണ്ട്. അവയുടെയൊക്കെ അർത്ഥം പഠിക്കാം. അതുപോലെ മുഫ്രദ്, ജംഅ, ലിദ്, മുത്തറാദിഫ്, അതുപോലെയുള്ള കുറേ പദങ്ങളുടെ അർത്ഥം പഠിച്ചും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി ഉത്തരം എഴുതാവുന്നതാണ്. ഏഴാമത്തെ ചോദ്യം തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 56-ാമത്തെ പേജിലെ പദ്യം, അതിലെ 7 മുതൽ 10 വരെയുള്ള വരികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യം നോക്കാം. ഇഖ്റ ഇത്തസ്രീഹ, പ്രസ്താവന വായിക്കുക. വക്തഷിഫ് സത്തറൽ മുനാസിബ ഫിൽ മഅന, എന്നിട്ട് ആശയത്തിൽ യോജിക്കുന്ന വരി കണ്ടെത്തുക. അർത്ഥം പറയാം. ഖുദ് നസാഇഹ ത്വബീബ്, ഡോക്ടറുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക.
ഇന്ദ മറലിക്ക, നിനക്ക് രോഗമുണ്ടാകുമ്പോൾ. ഒന്നാമത്തെ വരിയാണോ എന്ന് നോക്കാം. ത്വആമുക വശറാബുഹുമാ ഗിദാഉൻ, നിൻ്റെ ഭക്ഷണവും വെള്ളവും രണ്ടാണ്. ഫകുൻ ഇന്ദ ഇഖ്തിയാരിഹിമാ അലീമ, അത് രണ്ടും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യുക. വസുർ മഅ കുല്ലി ആരിളത്തിൻ ത്വബീബൻ, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ സന്ദർശിക്കുക. ലദൈഹി സതൗഖുദുൻ നുസ്ഹൽ ഹക്കീമ, അദ്ദേഹത്തിൽ നിന്ന് നല്ല യുക്തിഭദ്രമായ ഉപദേശങ്ങൾ നിനക്ക് കിട്ടും. അഖീനം ബാഖിറൻ തഹ്ന ഖരീറൻ, സഹോദര നേരത്തെ ഉറങ്ങുക, എന്നിട്ട് സന്തോഷത്തോടെ ഒരുങ്ങുക. ഫകം ഖദ് തബ്ബബൻ നൗമുൽ ജുസുമ, എത്ര ശരീരങ്ങളെയാണ് ഉറക്കം ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ളത്. അതിന് യോജിക്കുന്നത് വസുർ മഅ കുല്ലി ആരിളത്തിൻ ത്വബീബ ലദൈഹി സതൗഖുദുൻ നസ്ഹൽ ഹക്കീമ, ഇടവേളകളിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ഡോക്ടറെ സന്ദർശിക്കുക, അദ്ദേഹത്തിൽ നിന്ന് നല്ല ഉപദേശങ്ങൾ തേടുക. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരം കണ്ടെത്താനുള്ള ട്രിക്സുകൾ പറയാം. പ്രസ്താവനയിൽ വന്ന പദങ്ങൾ ഏത് വരിയിലാണ് വന്നത് എന്ന് നോക്കാം. അതുപോലെ പര്യായ പദങ്ങൾ വന്ന വരികൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതുമല്ലെങ്കിൽ മാലി, മുലാരി, അംർ തുടങ്ങിയ ഫോർമാറ്റുകളിലൂടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതുമല്ലെങ്കിൽ അർത്ഥം നോക്കിയിട്ടും നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ നുസ്ഹ് എന്ന പദവും നസ്വാഇഹ് എന്ന പദവും ഒരു യോജിപ്പ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എട്ടാമത്തെ ചോദ്യം, സിൽ ബിൽ മുനാസിബ്, ചേരുന്നതുമായി ചേർക്കുക, ചേരുംപടി ചേർക്കുക. മഹ്മൂദ് ദർവീഷ്, സിബാഹ, ജുന്തി, അഹമ്മദുൽ ഫാരിസി, അരിയാല, അസാഫിറു ബിലാദി, നസ്വാഇഹു ത്വബീബ്, അൽ അംനു വസ്സലാം. ഉത്തരങ്ങൾ മഹ്മൂദ് ദർവീഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അസാഫിറു ബിലാദി, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണിത്. അസിബാഹ, നീന്തലുമായി ബന്ധപ്പെട്ടത് അരിയാല, ഒരു സ്പോർട്സ് ഐറ്റമാണ്. അൽ ജുന്തി, പട്ടാളക്കാരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അൽ അംനു വസ്സലാം, ശാന്തിയും സമാധാനവുമാണ്. അഹമ്മദുൽ ഫാരിസി, ഇദ്ദേഹത്തിൻ്റെ ഒരു പദ്യം നാം പഠിച്ചു, നസ്വാഇഹു ത്വബീബ്. ഇതുകൂടി നോക്കാം. സിൽ ബിൽ മുനാസിബ്, ചേരുംപടി ചേർക്കാം. അഹമ്മദ് ഷൗക്കി, ജലീൽ ഖസാൽ, മഹ്മൂദ് ദർവീഷ്, അഹമ്മദുൽ ഫാരിസി. ഒമാനി, ഫലസ്തീനി, ഇറാഖി, മിസ്രി, ഇവരുടെ ജനന സ്ഥലം അല്ലെങ്കിൽ രാജ്യവുമായി ബന്ധപ്പെട്ട രീതിയിലാണ് നാം ഇത് ചേർക്കേണ്ടത്. ഉത്തരങ്ങൾ അഹമ്മദ് ഷൗക്കി മിസ്രിയുൻ, ഈജിപ്തുകാരനാണ്. ജലീൽ ഖസാൽ ഇറാഖി, ഇറാഖുകാരനാണ്. മഹ്മൂദ് ദർവീഷ്, അദ്ദേഹം ഫലസ്തീനിയാണ്. അഹമ്മദുൽ ഫാരിസി ഒമാനിയാണ്. ഒൻപതാമത്തെ ചോദ്യം, ല നഅതൻ ഔ മൻഊത്തൻ മുനാസിബൻ, യോജിച്ച മൻഊത്തോ നഅത്തോ നൽകുക. ടെക്സ്റ്റ് ബുക്കിലെ 58-ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രാക്ടീസ് കാണാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഹാദ മൈദാനുൻ ഡാഷ്, ഇത് ഒരു വിശാലമായ മൈതാനമാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഉത്തരമായി വരേണ്ടത് വാസിഉൻ എന്നാണ്. നഅത്തിൻ്റെ അർത്ഥം വിശേഷണം എന്നും മൻഊത്തിൻ്റെ അർത്ഥം വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു എന്നുമാണ്. ഇവിടെ മൈതാന് വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുത, നഅത്തായി വരേണ്ടത് വാസിഉൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നഅത്തിനും മൻഊത്തിനും ഒരേ ഹറക്കത്തായിരിക്കും. ഇവിടെ ലമ്മാണെങ്കിൽ ഇവിടെയും ലമ്മായിരിക്കണം, ഫത്ഹാണെങ്കിൽ ഫത്ഹായിരിക്കണം, കസറാണെങ്കിൽ കസറായിരിക്കണം. അതുപോലെ മുഫ്രദ് ഏകവചനമാണ് നഅത്ത് അല്ലെങ്കിൽ മൻഊത്ത് എങ്കിൽ അതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ വാക്യങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. മുഫ്രദാണെങ്കിൽ, മുസന്നയാണെങ്കിൽ, ജമ്മാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഉത്തരം മൈദാനുൻ വാസിഉൻ. ബാ, ഫീ ബൈത്തി, എൻ്റെ വീട്ടിലുണ്ട്, ഡാഷ് ജമീലത്താനി, സഹറത്താനി, അസ്ഹാറുൻ, സഹറത്തുൻ. ഉത്തരം വരേണ്ടത് ഇവിടെ മുസന്നയാണ്. അപ്പോൾ ഇവിടെയും മുസന്ന, ദ്വിവചനം,
2 പൂക്കൾ, ഭംഗിയുള്ള 2 പൂക്കൾ എൻ്റെ വീട്ടിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ 58-ാമത്തെ പേജിൽ തന്നെ നല്ലൊരു ഉദാഹരണം നോക്കൂ. നക്തുബ് ബയാനൻ, നമുക്കൊരു വിവരണം തയ്യാറാക്കാം. അൻഖറിയത്തിന, നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച്. ബിസ്തിഖ്ദാമിൻ നഅത്തി വൽ മൻഊത്തി, നഅത്തും മൻഊത്തും ഉപയോഗിച്ചുകൊണ്ട്. ഉത്തരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വന്നു എന്ന് വരാം. ബൈത്തി ഫി ഖറിയത്തിൻ ജമീലത്തിൻ, എൻ്റെ വീട് ഭംഗിയുള്ളൊരു ഗ്രാമത്തിലാണ്. ഖറിയത്ത് ഇവിടെ മുവന്നസാണ്, ജമീലത്തും മുവന്നസാക്കി കൊടുത്തു. ഫീഹ മദ്രസത്തുൻ കബീറത്തുൻ, ഇവിടെ ലമ്മാണ് വേണ്ടത്, ഇവിടെയും ലമ്മാണ് വേണ്ടത്. അവിടെ വലിയൊരു സ്കൂളുണ്ട്. വ മസ്ജിദുൻ ജാമിഉൻ, ഒരു ജുമാ മസ്ജിദുമുണ്ട്. വഫീഹ മൈദാനുൻ വാസിഉൻ, അവിടെ വിശാലമായ ഒരു ഗ്രൗണ്ടുണ്ട്. വഹദീഖത്തുൻ ആമ്മ, ഒരു പൊതു തോട്ടവുമുണ്ട്. ഫീഹ ബിർക്കത്തുൻ സഗീറ, അവിടെ ചെറിയൊരു കുളമുണ്ട്. വ അഷ്ജാറുൻ കസീറ, ധാരാളം മരങ്ങളുമുണ്ട്. യസ്കുനു നാസു ഫീഹ മഅ ഉഖുവത്തിൻ താമ്മ, വളരെ സാഹോദര്യത്തോടുകൂടി ജനങ്ങൾ അവിടെ ജീവിക്കുന്നു. ഇവിടെ വേറെയും കുറച്ച് ഈ പാരഗ്രാഫിൽ മാർക്ക് ചെയ്ത നഅത്ത് മനൂത്തുകൾക്ക് പുറമെ മറ്റ് നഅത്തുകളും മനൂത്തുകളുമുണ്ട്. അത് നിങ്ങൾ കണ്ടെത്താനൊന്ന് ശ്രമിച്ചു നോക്കൂ. 10-ാമത്തെ ചോദ്യം. അതിനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ 75-ാമത്തെ പേജ് എടുക്കുക. കമ്മിലിൽ ജുമല ബിളമീരിൻ മുനാസിബിൻ മിനൽ മുറബ്ബഇ, ചതുരത്തിൽ നിന്ന് യോജിച്ച സർവനാമമെടുത്ത് നിങ്ങൾ സെൻറ്റൻസ് പൂർത്തിയാക്കുക. 1-ാമത്തേത് ഉഹിബു അൽ ഖിറാഅ ഫിൽ മക്തബ്, ലൈബ്രറിയിൽ വച്ചുള്ള വായന ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ എന്നുള്ളതിൻ്റെ സർവനാമം എന്താണോ അതാണ് ഇവിടെ വേണ്ടത്. നിങ്ങൾ സർവനാമങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അനാ നഹ്നു, ഇവയുടെയൊക്കെ അർത്ഥവും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അന എന്നതാണ് ഇവിടെ വേണ്ടത്. 2-ാമത്തേത് നദ്ഹബു ഇലൽ മദ്രസത്തി കുല്ല സ്വബാഹിൻ, എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു. ഞങ്ങൾ എന്നുള്ളതിൻ്റെ സർവനാമം വരേണ്ടത് നഹ്നു. 3, തുസായിദ് സ്വദീഖിക ഫി ഹല്ലിൽ വാജിബാത്ത്, അനിവാര്യ നിമിഷങ്ങളിൽ നിൻ്റെ സുഹൃത്തിനെ സഹായിക്കണം. നീ നിൻ്റെ സുഹൃത്തിനെ സഹായിക്കണം. നീ എന്നുള്ളതിന് അൻത. അടുത്തത് യജ്തമിഊന കുല്ല ഉസ്ബൂഇൻ ഫിന്നാദി, ക്ലബിൽ എല്ലാ ആഴ്ചയും ഒരുമിച്ച് കൂടുന്നു. ആര്? ഇവിടെ വേണ്ടത് ഹുമുല്ല ഉസ്ബൂഇൻ ഫിന്നാദി. ടെക്സ്റ്റ് ബുക്കിലെ ഉദാഹരണങ്ങൾ. ജാബിറുൻ വലതുൻ നഷീത്തുൻ, ഹുവ ദാരിസുൻ ഫിസ്വഫിത്താസ്യം. 2-ാമത്തേത് ജുമാന ഹിയ ദാരിസത്തുൻ ഫിസ്വഫിൽ ആഷിർ, ബൈത്തുഹ, ഒരു സ്ത്രീ ആയതുകൊണ്ട് ബൈത്തുഹ. 3-ാമത്തേത് ശാന്ത മുമരിലത്തുൻ, ഒരു സ്ത്രീയാണ്, വാലിദുഹ. ബാബു മുഹാസിബുൻ വാലിദത്തു ഹു, ഒരു പുരുഷനായതുകൊണ്ട് വാലിദത്തു ഹു. യാ സമീർ അഹൂക്ക, നിന്റെ സഹോദരൻ. 11-ാമത്തെ ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ 71-ാമത്തെ പേജുമായി കണക്റ്റഡാണ്. അഇദ്ദ മുദക്കിറത്തൻ, ഒരു കുറിപ്പ് തയ്യാറാക്കുക. അൻ അഹ്മിയത്തിൽ അംനി വസ്സലാം, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച്. ബി മുസാഅദത്തിൻ നിഖാത്തി താലിയ, ഇവിടെ ഒരു അലിഫ് വേണം, താഴെയുള്ള പോയിൻസിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതിലുള്ള പോയിൻറ്റ്സ് നോക്കാം. അസ്സലാമു വൽ അംൻ, ശാന്തിയും സമാധാനവും. അഹ്മിയത്തുൻ കബീറ, വലിയ ഒരു പങ്ക്. അൽ ഹുറൂബ് വസ്സൗറാത്ത്, വിപ്ലവങ്ങളും യുദ്ധങ്ങളും. അൽ അദാവ, ശത്രുത. അസ്ബാബുൻ സിയാസിയ, രാഷ്ട്രീയ കാരണങ്ങൾ. അൽ ഹർബു ലൈസത്ത് ഹല്ലൻ, യുദ്ധം ഒരു പരിഹാരമല്ല. ലാലിൽ ഹർബ്, യുദ്ധത്തിനില്ല. ഉത്തരം എഴുതാനുള്ള
ട്രിക്കുകൾ, ടെക്നിക്കുകൾ പറയാം. ഒരു ഹെഡിങ് നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. ഏതൊരു വിദ്യാർത്ഥിക്കും ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. 1/2 മാർക്കെങ്കിലും സ്കോർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണോ ചോദിച്ചത് അത് തന്നെ നിങ്ങൾ ഹെഡിങ് ആയിട്ട് നൽകുക. അതുപോലെ തന്നെ ഒരു പോയിന്റിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ പോയിന്റ് ഉള്ളത് ആ പോയിന്റിനെ കുറിച്ച് എഴുതിയതിന് ശേഷം നിങ്ങളുടേതായ ഒരു വാക്യമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ അണ്ടർലൈൻ ചെയ്തത് നിങ്ങൾക്ക് തന്ന പോയിന്റ്സ് ആണ്. നമുക്ക് വായിക്കാം. അസ്സലാമു വൽ അംനു അമ്രുൻ ലറൂറിയുൻ ഫി ഹയാത്തിൽ ഇൻസാൻ. ശാന്തിയും സമാധാനവും മനുഷ്യജീവിതത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ്, പ്രധാനമായി വേണ്ട കാര്യങ്ങളാണ്. വലിസ്സലാമി അഹ്മിയത്തുൻ കബീറ. ശാന്തിക്ക്, സമാധാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഫി തഖദ്ദുമിൽ ഇൻസാൻ, മനുഷ്യ പുരോഗതിയിൽ. ലാ യൂജദു തഖദ്ദുമു ഫി ബലദിൻ മുൽത്തരിബിൻ ബിൽ ഹുറൂബി വസ്സൗറാത്ത്. വിപ്ലവങ്ങൾ കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും അസ്വസ്ഥമായ ഒരു പ്രദേശത്തും പുരോഗതി, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയില്ല. അൽ ഉഖുവ്വത്തു വൽ മവദ്ദത്തു ബൈന ഉമമിൻ മുഖ്തലിഫ ഹിയ അസാസുൽ അംനി വസ്സലാം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹവും സാഹോദര്യവും. വലാകിൻ നറൽ അദാവത്തു തതസായദു ഫി അസ്രിനാ ഹാദാ ബൈന അഖ്വാമിൻ മുഖ്തലിഫ. പക്ഷേ വ്യത്യസ്ത ജനതകൾക്കിടയിൽ ശത്രുത വളരുന്നത് നാം കാണുന്നു. വകദാലിക ദുവലുൽ ആലമിയ തതസാബഖു ഫിൽ ഹർബ്. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ യുദ്ധത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നു. വതജ്രി ഹുറൂബുൻ കബീറ ലി അസ്ബാബിൻ സിയാസിയ സഗീറ. ചെറിയ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ വലിയ വലിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. വലാ യഫ്ഹമു സുഅമാഉ ബി അന്നൽ ഹർബ ലൈസത്ത് ഹല്ലലിൽ മുഷ്കിലാത്ത്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് യുദ്ധമല്ല പരിഹാരം എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഫനഅമൽ ലി ആദത്തിൽ അംനി വസ്സലാം. നമുക്ക് ശാന്തിയും സമാധാനവും തിരിച്ചു കൊണ്ടുവരാൻ പ്രയത്നിക്കാം. വനഖൂൽ, പറയുകയും ചെയ്യാം, ലാലിൽ ഹർബ്, യുദ്ധത്തിനില്ല. ഖായിമീന സഫൻ വാഹിദൻ ലിദ്ദഹ, അതിനെതിരെ ഒന്നിച്ച് നിന്നുകൊണ്ട്. 12ാമത്തെ ചോദ്യം. ഇഖ്തർ മിനൽ ആത്തിയ, താഴെയുള്ളതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഹുതാഫാത്തുൻ, ഹുതാഫാത്തിൻ്റെ അർത്ഥം മുദ്രാവാക്യങ്ങൾ. ലിദ്ദൽ ഹുറൂബ്, യുദ്ധത്തിനെതിരെ. ഇതിന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ 71ാമത്തെ പേജ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് കാണാം നുലാഹിലു അസ്വറ, ചിത്രങ്ങൾ നിരീക്ഷിക്കുക. വനുഇദ്ദു ഹുതാഫാത്തിൻ ലിദ്ദൽ ഹർബി, യുദ്ധത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കുക. ലി തഖ്ദീമിഹാ ബി മുനാസബത്തി യോമി ഹിരോഷിമ ഫിൽ മദ്രസ, സ്കൂളിൽ ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് അതിന് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ചിത്രങ്ങൾ നൽകി ചോദ്യങ്ങൾ വരാം, അല്ലാതെയും വരാം. ഇവിടെ നമുക്ക് നോക്കാം. അഹ്ലൻ യാ അഹ്ലസലാം, അല്ലയോ സമാധാനത്തിൻ്റെ ആളുകളെ നിങ്ങൾക്ക് സ്വാഗതം. അഹ്ലൻ യാ അഹ്ലസലാം, അല്ലയോ സമാധാനത്തിൻ്റെ ആളുകളെ നിങ്ങൾക്ക് സ്വാഗതം. അതുപോലെ ഖൂമു ഖൂമു ബിത്തശ്ശീർ, മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നതിലേക്ക് മുന്നിട്ട് വരൂ. സീറു സീറു യാ ഇഖ്വാൻ, അല്ലയോ സഹോദരന്മാരെ വേഗത്തിൽ വരൂ അല്ലെങ്കിൽ സഞ്ചരിക്കൂ. സീറു നഹ്വസലാം, സമാധാനത്തിൻ്റെ നേരെ സഞ്ചരിക്കൂ. ഹയ്യ ഹയ്യ, വരൂ വരൂ. ഇലത്വബീഅ, പ്രകൃതിയിലേക്ക് വരൂ. ഹല്ലുൽ മഷാക്കിൽ അലി അജിലി സലാം, സമാധാനത്തെ ഓർത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യൂ. ഉത്തരമായിട്ട് വരേണ്ടത് അഹ്ലൻ അഹ്ലൻ യാ അഹ്ലസലാം, അല്ലയോ സമാധാനത്തിൻ്റെ ആളുകളെ നിങ്ങൾക്ക് സ്വാഗതം. അടുത്തത് സീറു സീറു യാ ഇഖ്വാൻ, അല്ലയോ സഹോദരന്മാരെ സഞ്ചരിക്കൂ. സീറു നഹ്വസലാം, സമാധാനത്തിൻ്റെ നേരെ സഞ്ചരിക്കൂ. അടുത്തത് ഹല്ലുൽ മഷാക്കിൽ അലി അജിലി സലാം, സമാധാനത്തെയോർത്ത് നിങ്ങൾ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യൂ. ഇത് കറക്റ്റായി എഴുതാനൊരു ട്രിക്ക് പറയാം. നിങ്ങൾ ഓൾറെഡി പഠിച്ച് പോയി നന്നായി എഴുതി മാർക്ക് വാങ്ങാവുന്ന ഒരു തന്ത്രമാണ്. ഖൂമു ഖൂമു യാ ഇഖ്വാൻ, അത് അതേപോലെ പഠിക്കുക. ഇനി എന്താണോ നമുക്ക് കൊണ്ടുവരാനുള്ളത്, എന്താണ് പുലരാൻ ആഗ്രഹിക്കുന്നത്, ഖൂമു ബിന സമാധാനമാണെങ്കിൽ, അസ്സലാം ഇനി അക്രമത്തിനെതിരെയാണെങ്കിൽ ഖൂമു ലിദ്ദുൽമി. ഇതേപോലെ തന്നെ സീറു സീറു യാ അസ്ഹാബ്,
അല്ലയോ സഹോദരന്മാരെ സഞ്ചരിക്കൂ. സീറു നഹ്വ സലാം, സമാധാനത്തിൻ്റെ നേരെ നിങ്ങൾ സഞ്ചരിക്കൂ. ഇനി അക്രമത്തിനെതിരാണെങ്കിൽ സീറു ലിദ്ദുൽമ. 13ാമത്തെ ചോദ്യം, യസൂറു വസീറു തർബിയ വ തഅലീം ലി വിലായത്തി കേരള. കേരള സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി സന്ദർശിക്കുന്നു. മദ്രസത്തിക്ക, നിൻ്റെ സ്കൂൾ. ലി ഇഫ്തിതാഇ ബിനായത്തിൻ ജദീദ, പുതിയ ഒരു ബിൽഡിങ്ങിൻ്റെ. വ അൻതും തഖൂമൂന ബി മുഖാബല മുബാഷറ, അദ്ദേഹവുമായിട്ട് ഒരു മുഖാബല മുബാഷിറ നടത്തുന്നു, ഒരു ഡയറക്റ്റ് അഭിമുഖം നടത്തുന്നു. ഹയ്യ, വരൂ, നുക്കമ്മിലുൽ മുഖാബല, ആ അഭിമുഖം നമുക്ക് പൂർത്തിയാക്കാം. ഇതിനായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ 45ാമത്തെ പേജിൽ ചാനൽ റിപ്പോർട്ടറും അബ്ദുള്ളയും തമ്മിലുള്ള ഒരു അഭിമുഖം നമുക്ക് കാണാം. അതുപോലെ 68ാമത്തെ പേജിൽ ചാനൽ റിപ്പോർട്ടറും പട്ടാളക്കാരനുമായിട്ടുള്ള ഒരു അഭിമുഖവും കാണാം. ഈ ഭാഗം നിങ്ങൾക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇവിടെ അൽ മുഖാബിൽ, ഇൻ്റർവ്യൂവർ, അദ്ദേഹം പറയുന്നു, അഹ്ലൻ ബിക യാ സയ്യിദി, സർ നിങ്ങൾക്ക് സ്വാഗതം. അൽ വസീർ, മന്ത്രി പറയുന്നു, മർഹബൻ ബിക്കും ജമീഅൻ, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അൽ മുഖാബിൽ, മാ റഅയ്യുക്കും അൻ മദ്രസത്തിന, ഇൻ്റർവ്യൂവർ ചോദിക്കുന്നു, ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മന്ത്രി എന്തോ ഒന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് എഴുതാം. പിന്നീട് അൽ മുഖാബിൽ, ഇൻ്റർവ്യൂവർ, സയ്യിദി ഇന്ദന ത്വലബുൻ, സർ ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. അൽ മുഖാബിൽ, ലൈസത്ത് ഫി മദ്രസത്തിന മക്തബത്തുൻ ജയ്യിദ, ഞങ്ങളുടെ സ്കൂളിൽ നല്ല ഒരു ലൈബ്രറി ഇല്ല. അൽ വസീർ, അന ഉസവ്വിഹ ഫി അഖ്റബി വക്തിൻ മുംകിൻ, എനിക്ക് സാധിക്കുന്ന ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഞാനത് ശരിയാക്കി തരാം. അൽ മുഖാബിൽ, ഇൻ്റർവ്യൂവർ എന്തോ പറയുന്നു, മന്ത്രി പറയുന്നു, ഹല്ലക്കും ഹവായിജുൻ ഉഖ്റ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? അവസാനമായിട്ട് മുഖാബിൽ നന്ദി പറയുന്നുണ്ട്. അതിന് പറയുന്നത് നോക്കൂ, മാ റഅയ്യുക്കും അൻ മദ്രസത്തിന, ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ, മദ്രസത്തുൻ ജയ്യിദ, നല്ലൊരു സ്കൂളാണ്. അലാ ഹദ്ദി ഇൽമി, ഞാൻ അറിഞ്ഞിടത്തോളം നല്ലൊരു സ്കൂളാണ്. അടുത്തത് സയ്യിദി ഇന്ദന ത്വലബുൻ, സർ ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ഖൂലു മാ ഇന്ദക്കും, നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്ന് മന്ത്രി പറയുന്നു. അടുത്തത് മന്ത്രി പറയുന്നത്, അന ഉസവ്വിഹ ഫി അഖ്റബി വക്തിൻ മുംകിൻ, ലൈബ്രറി ഞാൻ പെട്ടെന്ന് ശരിയാക്കുമെന്ന് പറയുമ്പോൾ, ശുക്രൻ ലക്, നിങ്ങൾക്ക് നന്ദി. നർജു അൻ തസ്തമിറ മിസ്ല ഹാദിഹിൽ അമാൽ, ഇതുപോലെയുള്ള പ്രവർത്തികൾ നിങ്ങൾ തുടരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ഭവ്യതയോടെ പറയുന്നു. മന്ത്രി പറയുന്നു, ഹല്ലക്കും, ചോദിക്കുകയാണ്, ഹല്ലക്കും ഹവായിജുൻ ഉഖ്റ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? അഭിമുഖം നടത്തുന്ന വ്യക്തി, ഇൻ്റർവ്യൂവർ പറയുന്നു, ലൈസഹുന അൽ മറാഹിലുൽ കാഫിയ ലിൽ ഔലാദ്, കുട്ടികൾക്ക് വേണ്ടത്ര ടോയ്ലറ്റുകളില്ല. അപ്പോൾ മന്ത്രി പറയുന്നു, യാ ഇലാഹി, എൻ്റെ ദൈവമേ, അന ഉസവ്വി ഹാഫുജ് ആ, ഞാനത് പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാം. അവസാനം ഇൻ്റർവ്യൂവർ പറയുന്നു, ശുക്രൻ ലക്, നിങ്ങൾക്ക് നന്ദി. യാ സയ്യിദി. വസീർ, ശുക്രൻ ലി മുഖാബലത്തിക്ക് മുസ്സമീന, നിങ്ങളുടെ വിലയേറിയ ഈ അഭിമുഖത്തിന് നിങ്ങൾക്ക് നന്ദി എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് ഉപചാരവാക്കുകൾ ശുക്രൻ, മിൻ ഫളിക്, അതുപോലെ ചോദ്യപദങ്ങൾ മാ, മാദാ, കൈഫ, മാദാ റഅയുക, മാദാ തഖൂൽ, ഹല്ലക്, ഹൽ ഇന്ദക്, ഇതുപോലെയുള്ള പദങ്ങളൊക്കെ നന്നായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ഏരിയ കൂടിയാണിത്. 14ാമത്തെ ചോദ്യം, ഇഖ്റ ഇൻ നിഖാത്ത്, പോയിൻസുകൾ വായിക്കുക. വായിദ് തർജമത്തൽ ഹയാത്ത് ലിഷായർ മഹ്മൂദ് ദർവീഷ്, എന്നിട്ട് മഹ്മൂദ് ദർവീഷിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കുക. ഇതിനായി ടെക്സ്റ്റ് ബുക്കിലെ 60ാമത്തെ പേജിൽ അഹമ്മദുൽ ഫാരിസി എന്ന കവിയുടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് കാണാം. അവിടെ ഒരു വർക്കായിട്ട് തന്നെ അതുണ്ട്. അതുപോലെ 74ാമത്തെ പേജിൽ മഹ്മൂദ് ദർവീഷിൻ്റെ പ്രൊഫൈലും നമുക്ക് കാണാൻ സാധിക്കും. പോയിൻറ്റ്സുകൾ വായിക്കാം. വുലിദ ഫി ഫലസ്തീൻ, അദ്ദേഹം ഫലസ്തീനിൽ ജനിച്ചു, ആം 1911. അതുപോലെ അഷ്ആറുൽ വത്തനിയ, ദേശീയത തുളുമ്പുന്ന കവിതകൾ. അൽ മുവല്ലഫാത്ത്, രചനകൾ. അസാഫിറുൻ ബില അജ്നിഹ, ആഖിറുൽ ലൈൽ. തൂഫിയ ഫി 9 അഗസ്തസ് 2008.
2008 ആഗസ്റ്റ് 9 അദ്ദേഹം മരണപ്പെട്ടു. ആൻസറിൻ്റെ ഭാഗം നോക്കൂ. മഹ്മൂദ് ദർവീഷ് എന്ന നല്ലൊരു ഹെഡിങ് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് അര മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ കഴിയും. മഹ്മൂദ് ദർവീഷ് ഷാഇറുൻ ഫലസ്തീനിയുൻ, ഒരു ഫലസ്തീൻ കവിയാണ് മഹ്മൂദ് ദർവീഷ്. വഹുവ മഷ്ഹൂറുൻ ബി അഷ്ആരിൽ വത്തനിയ അൽ ഖൗമിയ അൽ മൻസൂജത്തി ബിൽ ഹുബ്ബി, സ്നേഹം ചാലിച്ച ദേശീയതയും തൻ്റെ സമൂഹത്തെയും ഉൾക്കൊള്ളിച്ച കവിതകൾ കൊണ്ട് അദ്ദേഹം ഫേമസ് ആണ്. വുലിദ ഫി ഖറിയത്തി ബിർവ ബി ഫലസ്തീൻ ആം 1941. 1941 ഫലസ്തീനിലെ ബിർവ എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. മിൻ മുഅല്ലഫാത്തിഹി അൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ ഫേമസ് രചനകളിൽപ്പെട്ടതാണ് അസാഫീറുൻ ബിലാ അജ്നിഹ, ആഖിറുൽ ലൈൽ, ഉഹിബ്ബുക വലാ ഉഹിബ്ബുക്. തുർജിമ ഷിഅറുഹു ഇല ഇദ്ദത്തിൽ ലുഗാത്തിൻ, ധാരാളം ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. തൂഫിയ ദർവീഷ് ഫി 9 ആഗസ്റ്റ് 2008 ബിൽ വിലായത്തിൽ മുത്തഹിദ, അമേരിക്കയിൽ വെച്ച് 2008 ആഗസ്റ്റ് 9 അദ്ദേഹം മരണപ്പെട്ടു. ഇവിടെ നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്ന തന്ത്രങ്ങൾ: നല്ലൊരു ഹെഡിങ് നൽകുക, ആരെക്കുറിച്ചാണോ അദ്ദേഹത്തെ തന്നെ ഹെഡിങ് ആയിട്ട് നൽകുക, ജനനം മുതൽ ജനനം, ജനനസ്ഥലം, ജനിച്ച വർഷം, അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പഠനം, ജോലി, ബുക്കുകൾ, അവസാനം മരണം വരുന്ന രീതിയിൽ നിങ്ങൾ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. 15ാമത്തെ ചോദ്യം, ഇഖ്റ തർജുമത്തൽ ഹയാത്ത് ലിഷാഇരി മുഹമ്മദ് സഅദ് ദബൽ. മുഹമ്മദ് സഅദ് ദബലിൻ്റെ പ്രൊഫൈൽ വായിക്കുക. വഅബ്ബി അൽ ഇസ്തിമാറത്ത താലിയ, എന്നിട്ട് താഴെയുള്ള ബയോഡാറ്റ പൂർത്തിയാക്കുക. ടെക്സ്റ്റ് ബുക്കിലെ 75ാമത്തെ പേജിൽ നമുക്ക് കാണാം നുഅബ്ബി ഉൽ ബയാനാത്ത് ഷഖ്സിയ, നമുക്കൊരു ബയോഡാറ്റ പൂർത്തിയാക്കാം. ലിഷാഇർ മഹ്മൂദ് ദർവീഷ്, മഹ്മൂദ് ദർവീഷിൻ്റേതായിട്ടുള്ള. അവിടെ 5 പോയിൻറ്റ്സ് നമുക്ക് കാണാം. ഇവിടെ വായിക്കാം. വുലിദ ഷാഇർ മുഹമ്മദ് ബിനു സഅദ് അദ്ദബൽ, മുഹമ്മദ് ബിനു സഅദ് ദബൽ അദ്ദേഹം ജനിച്ചു, കവിയായ അദ്ദേഹം ജനിച്ചു. ബിൽ ഹരീഖി ഫിൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ, സൗദി അറേബ്യയിലെ ഹരീഖ് എന്ന സ്ഥലത്ത്. സനത്ത 1944, 1944. ജിൻസിയത്തു അസൗദിയ, ഇദ്ദേഹം സൗദി വംശജനാണ്. കാന ഷാഇറു മുഖാലിറൻ ബിജാമിഅത്തിൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ, ഇദ്ദേഹം സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലെക്ചറായിരുന്നു. വമിൻ മുഅല്ലഫാത്തിഹി അൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ ഫേമസ് പുസ്തകങ്ങളിൽപ്പെട്ടതാണ് അൽ ഇസ്ലാമിയാത്ത്, ഖവാത്തിറു ഷാഇർ. തൂഫിയ ഷാഇർ സനത്ത 2013 ഇദ്ദേഹം മരണപ്പെട്ടു. ടെക്സ്റ്റ് ബുക്കിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് 74ാമത്തെ പേജിലെ പ്രൊഫൈൽ നോക്കി ഇവിടെയുള്ള ബയോഡാറ്റ പൂർത്തിയാക്കാനാണ്. ബയോഡാറ്റയ്ക്ക് അൽ ബയാനാത്തു ഷഖ്സിയ, അതുപോലെ ഇസ്തിമാറ എന്നീ പേരുകൾ കൂടിയുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കുക. ഉത്തരങ്ങൾ നോക്കാം. അൽ ഇസ്മുൽ കാമിൽ, ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് മുഹമ്മദ് ബിൻ സഅദ് അദ്ദബൽ. താരീഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ്, ഇവിടെ വർഷം മാത്രമേ കാണുന്നുള്ളൂ. ആമുൽ മീലാദ് എന്ന് ചോദിച്ചാലും ഇതേ രീതിയിലാണ് നിങ്ങൾ വർഷം എഴുതേണ്ടത്. മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം ഹരീഖ് അല്ലെങ്കിൽ അൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ. അടുത്തത് അൽ ജിൻസിയ, അദ്ദേഹം ഏത് വംശജനാണ്? അസൗദിയ. അൽ മിഹ്ന, അദ്ദേഹത്തിൻ്റെ തൊഴിൽ മുഹാലിർ അല്ലെങ്കിൽ ഷായിർ എന്നുകൂടെ എഴുതാവുന്നതാണ്. അൽ മുവല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ രചനകൾ. ഇവിടെ 3 പുസ്തകങ്ങൾ നൽകിയിട്ടുണ്ട്. അൽ വഫാത്ത്, മരിച്ച വർഷം. ഇവിടെ നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്ന തന്ത്രങ്ങൾ: ഇസ്മുൽ കാമിൽ, താരീഖുൽ മീലാദ്, ഇതുപോലെയുള്ളവയുടെ അർത്ഥം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ ഡേറ്റ് പൂർണ്ണമായിട്ടും ഇല്ലെങ്കിൽ വർഷം മാത്രം എഴുതിയാൽ മതി. ഹിവായ, ഹോബി. ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേര്. ഇസ്മുൽ വാലിദ, ഉമ്മയുടെ പേര്. മക്കാനുൽ വഫാത്ത്, മരിച്ച സ്ഥലം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ ഒരു ഹെഡിങ് ആയിട്ട് ബയാനാത്തു ഷഖ്സിയ അല്ലെങ്കിൽ ഇസ്തിമാറ എന്നിവ നൽകാം. അതുമല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ അദ്ദേഹത്തിൻ്റെ പേരും ഹെഡിങ് ആയിട്ട് നമുക്ക് നൽകാവുന്നതാണ്. 16ാമത്തെ ചോദ്യം, സിൽ ബൈനൽ ഖൗലി വൽ ഖായിൽ, പറഞ്ഞ വാക്യവും പറഞ്ഞ വ്യക്തിയുമായി ചേർക്കുക. അല്ലെങ്കിൽ വഫിക് എന്ന വേർഡും ഒരു പക്ഷേ വരാം.
ചേരുംപടി ചേർക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അർത്ഥം പറയാം. അൽ മുറാസിൽ റിപ്പോർട്ടർ, അൽ ജദ്ദത്ത് വല്ലിമ്മ, സുഅമാ ഉൽ ഖറിയ ഗ്രാമത്തിലെ നേതാക്കൾ, അൽ ജുന്തി പട്ടാളക്കാരൻ, അൽ ഔലാദ് കുട്ടികൾ. അന ഐലൻ മസ്റൂറുൻ ബിലിഖായിക്കും നിങ്ങളെ കണ്ടതിൽ ഞാൻ വളരെ സന്തുഷ്ട. ഇത് പറയാൻ സാധ്യത ആരാണ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അഹ്ലൻ യാ ബത്തുൽ അല്ലയോ ഹീറോ നിങ്ങൾക്ക് സ്വാഗതം. യസുറുന ഖുദൂമക നിങ്ങളുടെ വരവ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. നതമന്ന അൽ അംനു വസ്സലാം ലിൽ ജമീ എല്ലാവർക്കും ശാന്തിയും സമാധാനവും പുലരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അൻത ഫഖ്റുന വ അൻത ബത്തുലുന നീയാണ് ഞങ്ങളുടെ അഭിമാനം, നീയാണ് ഞങ്ങളുടെ ഹീറോ. അനഖലിഖത്തുൻ അല അബ്നാഇന വ വത്വനിന ഞാൻ നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ മക്കളെയും ഓർത്ത് അസ്വസ്ഥയാണ്. ഉത്തരങ്ങൾ നോക്കൂ. അൽ മുറാസിൽ റിപ്പോർട്ടറാണ്. അഹ്ലൻ യാ ബത്തുൽ യസുറുന ഖുദൂമുക നിങ്ങളുടെ വരവ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു അല്ലയോ ഹീറോ എന്ന് പറഞ്ഞത്. ജദ്ദത്ത് വല്ലിമ്മ പറയുന്നത് ഞാൻ എൻ്റെ മക്കളെ ഓർത്ത് അസ്വസ്ഥയാണ്, അതുപോലെ നമ്മുടെ രാഷ്ട്രത്തെ ഓർത്തും അസ്വസ്ഥയാണ്. ഗ്രാമത്തിലെ നേതാക്കൾ പറയുന്നത് നീ ഞങ്ങളുടെ അഭിമാനമാണ്, നീ ഞങ്ങളുടെ ഹീറോയാണ്. പട്ടാളക്കാരൻ അദ്ദേഹം യുദ്ധം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വരുന്നു. അദ്ദേഹം പറയുന്നു നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഞാൻ സന്തുഷ്ടനാണ്. കുട്ടികൾ പറയുന്നു നതമന്നൽ അംനു വസ്സലാം ലിൽ ജമീ എല്ലാവർക്കും ശാന്തിയുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 17ാമത്തെ ചോദ്യം. നുറാജിയു ഹാദിൽ അബിയാദ് ഈ വരികളിലേക്ക് നമുക്ക് മടങ്ങാം. വനുജീബു അനിൽ അസ്ഇല എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇത് നമ്മൾ പഠിച്ച 56ാമത്തെ പേജിലെ പദ്യത്തിലെ വരികളാണ്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇക്തഷിഫ് അലുദാദൽ കലിമാത്തിൽ അതിയ താഴെയുള്ള പദങ്ങളുടെ ലിദ്ദുകൾ വിപരീത പദങ്ങൾ നമുക്ക് കണ്ടെത്താം. മരീള് അർത്ഥം രോഗി, അപ്പോൾ രോഗമില്ലാത്ത അവസ്ഥ, ആരോഗ്യമുള്ള അവസ്ഥ. അതിന് നമ്മൾ പഠിക്കുന്നത് സലീം എന്ന ഒരു പദമാണ്. അതുപോലെ തന്നെ സ്വഹീഹ് എന്ന പദവും നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ രണ്ടാമത്തേത് മറലുൻ രോഗം എന്ന പദവുമായിട്ട് യോജിച്ച് വരുന്നത് സിഹത്ത് എന്ന പദമാണ്, ആരോഗ്യമുള്ള അവസ്ഥ. ബാ ഇഖ്തർ മിനൽ അബിയാത്തി ഈ വരികളിൽ നിന്ന് സെലക്ട് ചെയ്യുക. അൻ നഅ്തു വൽ മൻഊത്ത് നഅ്തും മൻഊത്തും നമ്മൾ മുൻപ് പഠിച്ചതാണ്. വ നംല ഉൽ ഖാനത്തൈൻ എന്നിട്ട് 2 കോളങ്ങളും നമുക്ക് പൂർത്തിയാക്കാം. ഈ മൂന്നാമത്തെ വരിയിൽ കാണാം ജിസ്മുൻ സലീം. ജിസ്മ് മൻഊത്താണ്, വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുത. സലീം നഅത്താണ്, വിശേഷണം. അതുപോലെ അഖ്ലുൻ അഖ്ല് ബുദ്ധി ഇത് മൻഊത്താണ്. സലീം ഇത് നഅത്താണ്, വിശേഷണമാണ്. 10ാമത്തെ ചോദ്യം. ലഖിയ ബാബു സ്വദീഖഹു ജാബിറൻ ബാബു തൻ്റെ കൂട്ടുകാരനായ ജാബിറിനെ കണ്ടു. അല്ലദി യഅമലു ഫീ ദൗലത്തി ഖത്തർ അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്യുന്നു. ഇന്ദമാ വസ്വല ലി മുഷാഹദത്തി മുബാറയാത്തി കഅസിൽ ആലം ഇന്ദമാ വസ്വല അദ്ദേഹം എത്തിയപ്പോൾ ലി മുഷാഹദത്തി മുബാറയാത്തി കഅസിൽ ആലം വേൾഡ് കപ്പ് കാണാനായിട്ട്. ഫജറ ബൈനഹുമാ ഹിവാറൻ അപ്പോൾ ബാബുവും ജാബിറും തമ്മിലൊരു സംഭാഷണം നടന്നു. നുക്കമ്മിലുൽ ഹിവാർ ആ ഹിവാർ നമുക്ക് പൂർത്തിയാക്കാം. ഇവിടെ ജാബിർ ഖത്തറിൽ ജോലി ചെയ്യുന്നു. ബാബു ഫുട്ബോൾ മത്സരം കാണാനായി അവിടെ എത്തിയതാണ്. ബാബു അഹ്ലൻ യാ ജാബിർ ജാബിറെ സ്വാഗതം. കൈഫ അൻത യാ സ്വദീഖി കൂട്ടുകാരെ എങ്ങനെയുണ്ട്, സുഖമല്ലേ? ജാബിർ പറയുന്നു അൽഹംദുലില്ലാ ബിഖൈർ നന്മയിലാണ്, അൽഹംദുലില്ലാ. വ അൻത കൈഫ യാ ബാബു ബാബു നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ബാബു എന്തോന്ന് പറയുന്നു. ജാബിർ അവസാനമായിട്ട് ഫി ഖത്തർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജാബിർ ഫി അയ്യി ഫുന്ദുക്കിൻ ഏത് ഹോട്ടലിലാണ്? ജാബിർ മത്ത. അതുപോലെ ബാബു അർജിയോ ജാബിർ ചോദിക്കുന്നു കൈഫ ദൗലത്തു ഖത്തർ ഹൽ ഹാദിഹി അവ്വലു സിയാറ ബാബു ഇവിടെ സന്ദർശനത്തിന് വന്നതാണ്. അവനോട് ചോദിക്കുന്നു ഖത്തർ എങ്ങനെയുണ്ട്, ആദ്യമായിട്ടാണോ സന്ദർശനം? ശേഷം ജാബിർ അൽ യോമു നസ്കുനു ഫീ ഖുർഫത്തി മുംകിൻ നമുക്ക് നമ്മുടെ റൂമിൽ താമസിക്കാം, നിനക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ജാബിർ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നീ ഏത് അവസ്ഥയിലാണ്, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അന ബിഖൈർ
എനിക്ക് സുഖമാണ്. ഐന ഉസ്രത്തുക്, നിൻ്റെ കുടുംബം എവിടെയാണ്? കുടുംബവുമായാണോ നീ ഗൾഫിലേക്ക് പോകുന്നത് എന്ന രീതിയിലാണ് ചോദ്യം. ജാബിർ, ഉസ്രത്തി ഫി ഖത്തർ, എൻ്റെ കുടുംബം ഖത്തറിലാണ്. ബാബു, യാ ഹബീബി, അല്ലയോ കൂട്ടുകാരാ, സെക്കൻഡ് അംസിൻ ഫി ഫുന്ദുക്കിൻ ജമീൽ, ഇന്നലെ ഞാൻ നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചത് എന്ന് പറയുന്നു. ജാബിർ, ഫി അയ്യ ഫുന്ദുക്കിൻ സക്കൻത, നീ ഏത് ഹോട്ടലിലാണ് താമസിച്ചത്? ബാബു പറയുന്നു, ഫി ഫുന്ദുക്കിൻ നുജൂം, നുജൂം എന്ന ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്. ജാബിർ, മത തർജിഉ യാ സ്വദീഖി, കൂട്ടുകാരാ നീ എപ്പോഴാണ് മടങ്ങുക? ബാബു പറയുന്നു, അർജിഉ ഗദൻ ഇൻഷാ അല്ലാ, നാളെ ഞാൻ മടങ്ങും ഇൻഷാ അല്ലാ. ജാബിർ ചോദിക്കുന്നു, ഖത്തർ രാജ്യം എങ്ങനെയുണ്ട്? ഇത് നിൻ്റെ ആദ്യ സന്ദർശനമാണോ? ബാബു പറയുന്നു, ദൗലത്തുൻ റായിഹ, നല്ല ഭംഗിയുള്ളൊരു രാജ്യം. ഹാദിഹി അവ്വലു മറത്തിൻ ഫി ഹാദിഹി തുറാബ്, ഈ മണ്ണിൽ ആദ്യമായിട്ടാണ് ഞാൻ സന്ദർശനത്തിന് വരുന്നത്. ജാബിർ പറയുന്നു, നമുക്ക് ഒന്നിച്ച് എൻ്റെ റൂമിൽ താമസിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായും കൂട്ടുകാരാ, ത്വബഅൻ യാ ഹബീബി ശുക്രൻ ലക്, നിനക്ക് നന്ദി എന്ന് പറയുന്നു. 19ാമത്തെ ചോദ്യം, അജിബ് ഹസ്ബൽ ഇർഷാദാത്ത്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം ചെയ്യുക. അതിൽ ഒന്നാമത്തെ ഭാഗം അലിഫ്, സഹിഹിൽ ജുമൽ, സെൻറ്റൻസുകൾ ശരിയാക്കുക. ഹുവ നദ്ഹബു ഇലൽ മദ്രസ, അവൻ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു. നദ്ഹബു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നദ്ഹബു. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ 75ാമത്തെ പേജിലെ ലമീറുകൾ നിങ്ങളുടെ സഹായത്തിന് വരും. ഹുവ അദ്ദേഹം, യദ്ഹബു എന്നാണ് വേണ്ടത്, അവൻ പോകുന്നു. അതുപോലെ രണ്ടാമത്തേത് അന യക്തുബു ദർസ, ഞാൻ അവൻ പാഠം എഴുതുന്നു എന്നാണ് ഇവിടെയുള്ളത്. വേണ്ടത് അന അക്തുബു ദർസ. ഇതിലെ ബാ നോക്കാം. ലാഹിലിൽ ഇമോജിയ അൽ ഊല, ആദ്യത്തെ ഇമോജി നിരീക്ഷിക്കുക. വക്തുബ് അൻ മുനാസബത്തിൽ ഇമോജിയ അസാനിയ വസാലിസ, എന്നിട്ട് മൂന്നാമത്തെയും രണ്ടാമത്തെയും ഇമോജികൾ എന്താണ് എന്നെഴുതുക. ഉത്തരം നോക്കൂ. സന്തോഷത്തിന് അസുറൂർ എന്ന് പറയും, ദുഃഖത്തിന് അൽ ഹുസ്നു എന്ന് പറയും, അതുപോലെ ദേഷ്യത്തിന് അൽ ഗളബ് എന്ന് പറയും. ടെക്സ്റ്റ് ബുക്കിലെ 72ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 20ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഇഖ്റ അത്തക്കിരീർ അൽ ആത്തി, താഴെയുള്ള റിപ്പോർട്ട് വായിക്കുക. വായിദ് ബർനാമിജൻ, എന്നിട്ട് പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കുക. ടെക്സ്റ്റ് ബുക്കിലെ 54ാമത്തെ പേജിൽ ഇതുപോലെ ഒരു റിപ്പോർട്ടും, അതുപോലെ 55ാമത്തെ പേജിൽ ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ബർനാമിജും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വായിക്കാം. ജറത്ത് ഹഫ്ലത്തുൻ ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ ബി മലപ്പുറം, മലപ്പുറം ഗവൺമെൻറ് സ്കൂളിൽ ഒരു സദസ്സ് നടന്നു. ബി മുനാസബത്തിൽ യോമിൽ ആലമീൽ ലുഗത്തിൽ അറബിയ, വേൾഡ് അറബിക് ഡേ അതുമായി ബന്ധപ്പെട്ട്. ഇഫ്തതഹ റയീസുൽ മജ്ലിസുൽ ഖുറവി അൽ ഹഫ്ല, സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. തഹ്ത റിയാസത്തി റയീസു ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയ, PTA പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ. റിയാസ അധ്യക്ഷത. അൽക ഉസ്താദുൽ ലുഗത്തുൽ അറബിയ ഖുത്ബത്തൻ, അറബിക് അധ്യാപകൻ ഒരു പ്രസംഗം നടത്തി. ഹൗല അഹ്മിയത്തിൽ ലുഗത്തിൽ അറബിയ വ മക്കാനത്തിഹ, അറബിക് ഭാഷയുടെ സ്ഥാനവും അതിൻ്റെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ. റഹബ, റഹബ സ്വാഗതം ചെയ്തു. നാലിറുൽ മദ്രസ ബിൽ ഹഫ്ല, സദസ്സിന് യച്ചം സ്വാഗതമോദി. വഖത്ത് അമീൻ മുൻതദൽ ലുഗത്തിൽ അറബിയ അഷുക്കർ, നന്ദി പറഞ്ഞത് അറബി ക്ലബ്ബ് കൺവീനറാണ്. ഉത്തരങ്ങൾ നോക്കൂ. കലിമത്തു തർഹീബ്, സ്വാഗത ഭാഷണം നടത്തിയത് നാലിറുൽ മദ്രസ. ഇഫ്തിതാഹ്, ഉദ്ഘാടനം നിർവഹിച്ചത് റയീസുൽ മജ്ലിസുൽ ഖുറവി. ഈ ചോദ്യത്തിൽ ഇഫ്തിതാഹ് വീണ്ടും വന്നിട്ടുണ്ട്. ഉത്തരം ഇത് തന്നെയാണ്, റയീസുൽ മജ്ലിസുൽ ഖുറവി. അൽ ഖുത്ബ, പ്രസംഗം നിർവഹിച്ചത് ഉസ്താദുൽ ലുഗത്തിൽ അറബിയ. അതുപോലെ മൗലു, വിഷയമായിട്ട് കൊടുത്തിട്ടുള്ളത് അഹ്മിയത്തിൽ ലുഗത്തിൽ അറബിയ. ഇവിടെ 5 വരേണ്ടത്. കലിമത്തു ശുക്ർ, നന്ദി പറഞ്ഞത് അമീനുൽ മുൻതദൽ ലുഗത്തിൽ അറബിയ, അതവിടെയുണ്ട്. 21ാമത്തെ ചോദ്യം നോക്കാം. ജാ അബ്ദുല്ല,
അബ്ദുള്ള വന്നു. അബ്ദുള്ളയെ നമുക്ക് പരിചയമുണ്ട്. ഗ്രാമീണ ഒളിമ്പിക്സിൽ 3000 മീറ്ററിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ച വ്യക്തി. ഇലാ മദ്രസത്തിക്ക, നിങ്ങളുടെ സ്കൂളിലേക്കാണ് അദ്ദേഹം വന്നത്. ലി ഇഫ്തിതാഹിൽ മിഹ്ർജാനി റിയാലിയ, സ്കൂൾ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യാനായി, സ്കൂൾ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യാനായി. വ അൽക ഖുത്ബ, അദ്ദേഹം പ്രസംഗിച്ചു. അഇദ്ദൽ ഖുത്ബ ബി ഇസ്തിആനത്തിൻ നിഖാത്തിൽ അതിയ, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടുകൂടി ആ പ്രസംഗം നമുക്ക് തയ്യാറാക്കാം. ടെക്സ്റ്റ് ബുക്കിലെ 52-ാമത്തെ പേജിൽ മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുള്ള ഒരു ഖുത്ബ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ 55-ാമത്തെ പേജിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഖാമ ഹായിസുൽ വിസാമി ദഹബി അബ്ദുള്ള, സ്വർണ്ണ മെഡൽ ജേതാവായ അബ്ദുള്ള നിർവഹിച്ചു ബി ഇഫ്തിതാഹിൽ മിഹ്ർജാനി റിയാലാത്ത്, സ്പോർട്സ് പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം. വ അൽക ഖുത്ബ, അദ്ദേഹം പ്രസംഗിച്ചു. നുഇദ്ദുൽ ഖുത്ബ ബി മുസാഅദത്തിൻ നിഖാത്തിൽ അതിയ, താഴെയുള്ള പോയിന്റ്സുകളുടെ സഹായത്തോടു കൂടി. മുകളിലുള്ള അതേ ചോദ്യം തന്നെ മറ്റൊരു ഫോർമാറ്റിലാണ്. നമുക്ക് അർത്ഥം നോക്കാം. അന മസ്റൂർ, ഞാൻ സന്തോഷവാനാണ്. റിയാല, വ്യായാമം അല്ലെങ്കിൽ സ്പോർട്സ്. തുസാഇദു, സഹായിക്കുന്നു. അസിഹ, ആരോഗ്യം. നിഅമത്തുൻ, അനുഗ്രഹം. മുഷാറക്ക, എല്ലാവരും പങ്കെടുക്കൽ. അന്നഷാത്ത്, ആക്ടിവിറ്റി അല്ലെങ്കിൽ ഉണർവ്. യുസബിബു, കാരണമാക്കുന്നു. അൽ കസിൽ, മടി. അഫ്തതിഹു, ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അത്തമന്ന, ഞാൻ ആഗ്രഹിക്കുന്നു. അഖ്തതിമു, ഞാൻ അവസാനിപ്പിക്കുന്നു. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും, നിങ്ങൾ കേട്ടതിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ 68-ാമത്തെ പേജ് കൂടെ ശ്രദ്ധിച്ചു നോക്കൂ. നൊഇദ്ദു ഖുത്ബത തഹ്നിയത്തിൻ, നമുക്ക് അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തയ്യാറാക്കാം. ലിതക്രീമിൽ ബത്വലിൽ ജുന്ദിയി, ഹീറോ ആയ പട്ടാളക്കാരനെ അഭിനന്ദിച്ചുകൊണ്ട്. ബി മുസാഅദത്തിൻ നിഖാത്തിലാത്തിയ, വരുന്ന പോയിന്റ്സുകളുടെ സഹായത്തോടു കൂടി. ബി ബാലിഗ് സുറൂർ, അങ്ങേയറ്റം സന്തോഷം. ബത്വല്, ഹീറോ. ഫഖ്ർ, അഭിമാനം. നഅ്തസു, ഞങ്ങൾ അഭിമാനിക്കുന്നു. ഖിദ്മാത്തുൻ, സേവനങ്ങൾ. അൽ ഹിമായ, സംരക്ഷണം. തഹ്നിയത്തുൻ ഹാറ, ഊഷ്മളമായ ആശംസ. ലി അജലിൽ വത്തൻ, രാജ്യത്തിന് വേണ്ടി. ലിൽ അംനി വസ്സലാം, ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി. ഉത്തരത്തിലേക്ക് വരാം. അയ്യുഹൽ ഹഫ്ലുൽ കരീം, മാന്യ സദസ്യരെ. അന മസ്റൂറുൻ ജിദ്ദൻ, ഞാൻ വളരെ സന്തോഷവാനാണ്. അലാ ഹുസൂലി ഹാദിഹിൽ ഫുർസത്തി ദഹബിയ, ഈ സുവർണാവസരം ലഭിച്ചതിനാൽ. അയ്യുഹൽ ഐസാ, പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ. അരിയാലത്തു ലഹാ ദൗറുൻ മുഹിമ്മുൻ ഫീ റിആയത്തി സിഹ വൽ ആഫിയ, സൗഖ്യവും ആരോഗ്യവും സംരക്ഷിക്കുന്നതിൽ വ്യായാമത്തിന്, സ്പോർട്സിന് നല്ലൊരു പങ്കുണ്ട്. വഹിയ തുസാഇദുന അല നുമുവിൽ ജിസ്മി വറാഹത്തിൻ നഫ്സി, ആത്മാവിൻ്റെ സൗഖ്യത്തിനും ശരീരത്തിൻ്റെ വളർച്ചക്കും അത് സഹായിക്കുന്നു. വസിഹത്തു നിഅമത്തുൻ അലീമത്തുൻ മിനല്ലാഹ്, ആരോഗ്യം അല്ലാഹു തആലയിൽ നിന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്. അലൈന അൽ മുഷാറക്ക ഫി നഷാതാത്തി റിയാലിയ ഫി മദ്രസത്തിന, നമ്മുടെ സ്കൂളിലെ സ്പോർട്സ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. വഫി ബൽദത്തിന, അതുപോലെ നമ്മുടെ പ്രദേശം അല്ലെങ്കിൽ രാജ്യത്തെയും. വഹിയ തുസബിബു അൻ തുസയ്യിലൽ കസിൽ, അത് മടി നീക്കം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അല്ലെങ്കിൽ അതിന് കാരണമാകുന്നു. മിൻ ഹയാത്തിന, നമ്മുടെ ജീവിതത്തിൽ. വല ഉത്തീലു കലാമി ഹാദ, എൻ്റെ ഈ സംസാരം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഫ്തതിഹു ഹാദൽ മിഹ്റജാനു റിയാലി ബി കുല്ലി ഫറഹിൻ വസുറൂറിൻ, വളരെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും ഞാൻ ഈ സ്പോർട്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു. വ അഷ്കുറുക്കും ശുക്രൻ ജസീലൻ, ഞാൻ നിങ്ങൾക്ക് ഊഷ്മളമായ ഒരു നന്ദി അറിയിക്കുന്നു. ലിഹുസ്നി ഇസ്തിമാഇക്കും, നിങ്ങളുടെ നല്ല കേൾവിക്കായിട്ട്. വലി ദഅവതിക്കും ഇല ഹാദിഹിൽ ഹഫ്ലിൽ കബീർ, വലിയ ഈ സദസ്സിലേക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചതിനും. വല്ലാഹു യഹ്ഫളുക്കും വയർആക്കും, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ, കാത്തു സൂക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ 5 ഭാഗങ്ങൾ കൂടി പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസ് പൂർത്തിയാവില്ല. 45, 52 പേജുകളിൽ പഠിക്കുന്ന ബലാഗ്, അനൗൺസ്മെൻറ്റ് എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഏത് അനൗൺസ്മെൻറ്റ് വന്നാലും സിമ്പിളായി എഴുതാവുന്ന രീതി കൂടെ ഇവിടെ പരിശീലിക്കുന്നു. ചോദ്യം നോക്കാം.
നുൻഷിഉ ബലാഗൻ. നമുക്കൊരു അനൗൺസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ലി അൻ യഹ്ലുറ ജമീ അത്തുല്ലാബ്, എല്ലാ വിദ്യാർത്ഥികളും വരാനായിട്ട്, ഹാജരാവാനായിട്ട്, ഫിൽ മലാബിസിൽ മദ്രസിയ കുല്ലയോം, എല്ലാ ദിവസവും സ്കൂൾ യൂണിഫോമിലായി. ഉത്തരം നോക്കാം. അയ്യുഹദ്ദാരിസൂന വദ്ദാരിസാത്ത്, അല്ലയോ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ, അലൈക്കും അൻ തൽബസ, നിങ്ങൾ ധരിക്കേണ്ടതുണ്ട്, മലാബിസുൽ മദ്രസിയ കുല്ലയോം, എല്ലാ ദിവസവും യൂണിഫോം. ചില ബലാഗുകൾ നമുക്ക് പഠിക്കാം. അർറജാഉ മിനൽ മുഷാരിക്കീന ഫീ റമ്മിൽ ഖുറസി തസ്ജീലി അസ്മാഇഹിം സരീഅൻ. ഡിസ്കസ് ത്രോയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ അവരുടെ പേര് പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. അയ്യുഹൽ മുഷാഹിദൂൻ, അല്ലയോ കാണികളെ, അത്തസ്ഫീഖു തഷ്ജീഉൻ കബീർ, കൈകൊട്ടൽ വലിയ ഒരു പ്രോത്സാഹനമാണ്. യബ്തദി സിബാഖു 100 മീറ്റർ ഫിൽ മസാർ, ട്രാക്കിൽ 100 മീറ്റർ മത്സരം നടക്കുന്നു. യബ്തദി സിബാഖു 100 മീറ്റർ ഫിൽ മസാർ, ട്രാക്കിൽ 100 മീറ്റർ മത്സരം ആരംഭിക്കുന്നു. യുർജാ മിനൽ മുഷാരിക്കീൻ, പങ്കെടുക്കുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു, പങ്കെടുക്കുന്നവർ, വുസൂലുൽ മൗഇദ് ബിസ്സുർഅ, പെട്ടെന്ന് തന്നെ സ്പോട്ടിൽ എത്തിച്ചേരേണ്ടതാണ്. ഇവിടെ ഏതൊരു ബലാഗ ചോദിച്ചാലും നിങ്ങൾക്ക് പഠിച്ചെഴുതാവുന്ന ഒരു ഫോർമാറ്റുണ്ട്. ഓൾറെഡി പഠിച്ച് എന്താണോ പിന്നീട് ആഡ് ചെയ്യേണ്ടത് അത് മാത്രം ആഡ് ചെയ്തുകൊണ്ട് എഴുതാവുന്ന ഒരു ഫോർമാറ്റ്. അയ്യുഹൽ മുസ്തമിഉനൽ കിറാം, ബഹുമാന്യ ശ്രോതാക്കളെ, യുർജാമിൻകും ഫി ഹാദൽ വക്ത്, നിങ്ങളിൽ നിന്നും ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നു. ബാക്കി എന്തിനെക്കുറിച്ചാണോ ബലാഗ് എഴുതാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് അതവിടെ കൃത്യമായ ഫോർമാറ്റിൽ എഴുതിയാൽ മതിയാവും. അടുത്തത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ 47, 48 പേജുകളിലെ കാര്യങ്ങളാണ്. ല മിൻ ഫളിക്, മിൻ ഫളിക എന്ന് ചേർക്കുക. ഔ മുംകിൻ, അല്ലെങ്കിൽ മുംകിൻ എന്ന പദം, ഫിൽ ഫറാഗ്, ഒഴിഞ്ഞ ഭാഗത്ത്. ചോദ്യം, ഡാഷ് അൻ തുസാഇദനി ലി തഅബിയതി ഹാദിഹിൽ ഇസ്തിമാറ, ഈ ഫോം ഫില്ല് ചെയ്യാൻ എന്നെ സഹായിക്കുമോ യാ അസീസി, അല്ലയോ സർ. രണ്ടാമത്തേത്, ഉരീദു കൂബം മിനഷായ്, എനിക്കൊരു കപ്പ് ചായ വേണം, ബിൽ ഹലീബ് ബിദൂനി സക്കർ, പഞ്ചസാരയില്ലാതെ പാൽ ചേർത്ത് എനിക്കൊരു കപ്പ് ചായ വേണം. ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ചേർത്തത് മുംകിൻ എന്ന പദമാണ്. മുംകിൻ സാധിക്കുമോ, അൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്ന് വന്നതിന് തൊട്ട് മുൻപ് സാധാരണയായി മുംകിൻ ചേർക്കാൻ കൂടുതൽ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരാളോട് ദയവ് ചെയ്ത് എനിക്കൊരു കാര്യം ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളിൽ മിൻ ഫളിക എന്നും ചേർക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. നൊഇദ്ദു കഷ്ഫൻ, നമുക്കൊരു ലിസ്റ്റ് തയ്യാറാക്കാം. ലിൽ അൽആബ്, കളികളും, വരിയാലാത്ത്, സ്പോർട്സ് ഐറ്റംസും, അൽ അൽആബ്, കളികൾ, കുറത്തുൽ ഖദം, ക്രിക്കറ്റ്, ഇതേപോലെ ഇതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. അരിയാലാത്ത്, സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഐറ്റംസ്, അൽ ഖഫ്സു ബിൽ അസ, സിബാക്കു 100 മീറ്റർ, 100 മീറ്റർ മത്സരം, സിബാക്കു 200 മീറ്റർ, 200 മീറ്റർ, ദഫ് ഉൽ ജുല്ല, ഷോട്ട് പുട്ട്, സിബാക്കുൽ ഹവാജിസ്, ഹഡിൽസ്, റമ്യുൽ ഖുറസ്, ഡിസ്കസ് ത്രോ, റമ്യുൽ മുത്രിക, ഹാമർ, റമ്യുർ റം, ജാവലിംഗ് ത്രോ, അൽ വസ്പുൽ ആലി, ഹൈ ജമ്പ്, അൽ വസ്പു സുലാസി, ട്രിപ്പിൾ ജമ്പ്, അൽ വസ്പു തൊവീൽ, ലോങ് ജമ്പ്, റഫുൽ അസ്ഖാൽ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റിമായത്തു സിഹാം, ആർച്ചറി, അമ്പെയ്ത്ത് മത്സരം, അസിബാഹ, സ്വിമ്മിങ്, അൽ മസ്വാരിയ, റസ്ലിംഗ്, ഗുസ്തി, അൽ ജർ, റണ്ണിങ്. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ 53-ാമത്തെ പേജിൽ നമുക്ക് മുഫ്രദ്, ജമ്മു, തക്സീർ എന്ന രീതിയിൽ മുഫ്രദും ജമ്മു അത് കാണാൻ സാധിക്കും. ജമ്മുകൾ സാധാരണയായി 3 വിഭാഗമാണുള്ളത്. ഒന്ന് ജമ്മു മുദക്കർ സാലിം, മുദരിസുൻ, മുദരിസൂന. അതുപോലെ ജമ്മു മുവന്നസ് സാലിം, മുദരിസത്തുൻ, മുദരിസാത്തുൻ. ആദ്യം പറഞ്ഞതിൽ അവസാനത്തിൽ വാവും നൂനും കൂട്ടി ജമ്മുണ്ടാക്കുന്നു, മുദരിസുൻ, മുദരിസൂന. രണ്ടാമത്തേതിൽ മുദരിസത്തുൻ, മുദരിസാത്തുൻ. അവസാനത്തിൽ അലിഫും തായും ചേർത്ത് ജമ്മുണ്ടാക്കുന്നു. ഈ ഫോർമാറ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജമ്മുകളാണ് ജമ്മു തക്സീർ.
ഇവിടെ നോക്കൂ, മൈദാനുൻ, മയാദീൻ, ഖറിയത്തുൻ, ഖുറ, ഷെയ്ഖുൻ, ഷുയൂഖ്, തഹ്നിഅത്തുൻ, തഹാനി, ലഹമുൻ, ലുഹൂമുൻ, വക്തുൻ, ഔഖാത്തുൻ. ഈ ഭാഗം കൂടി നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. അടുത്തത് തഅലീഖാണ്. തഅലീഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിക്കുറിപ്പ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് 72മായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. നുലാഹിലു സൂറ വനുഇദ്ദു തഅലീഖൻ മുനാസിബൻ ലഹ. നമുക്കൊരു ചിത്രം നിരീക്ഷിച്ച് അതിന് ഒരു അടിക്കുറിപ്പ്, നല്ലൊരു അടിക്കുറിപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ചെയ്ത അടിക്കുറിപ്പ് നോക്കൂ. അൽ അംനു വസ്സലാം, ശാന്തിയും സമാധാനവും. തുഹദ്ദി ഉൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. വതുവഹിദുൽ ആലം, ലോകത്തെ ഏകോപിപ്പിക്കുന്നു, ഒന്നിപ്പിക്കുന്നു. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ 72ാമത്തെ പേജിൽ നിങ്ങൾ പരിശീലിക്കുന്ന മുൽസഖ്. മുൽസഖിൻ്റെ അർത്ഥം പോസ്റ്റർ. ഒരു പക്ഷേ ഇതുപോലെ ഒരു ചിത്രം തന്ന് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും തരിക. ഫക്കിർ ബിഗൈരിക്കൽ ബഇസീൻ ഇന്ദൽ അക്ലി വശുർബ്, നീ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും നിരാലംബരായ മറ്റുള്ളവരെ കുറിച്ച് കൂടി ആലോചിക്കുക. അരിയാളത്തു തുഖവ്വി അൽ അളലാത്ത്, വ്യായാമം പേശികളെ ശക്തിപ്പെടുത്തും. അൽ അഖ്ലു സലീം ഫിൽ ജിസ്മി സലീം, ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള ബുദ്ധി ഉണ്ടായിരിക്കുക. പലപ്പോഴും ഒന്നിലധികം പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള പോസ്റ്ററുകളും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായി വരും. ഇവിടെ ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ ശ്രദ്ധിക്കുക. അഗസ്തസ് 6, യോമു ഹിരോഷിമ. ലൈസത്തിൽ ഹർബു ഹല്ലുൽ മുഷ്കിലാത്ത്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം യുദ്ധമല്ല. ഇൻഹാനാറുൻ തുഹരിഖുദ്ദുനിയ, ലോകത്തെ നശിപ്പിക്കുന്ന അഗ്നിയാണത്. ഇതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ നോക്കൂ. നവംബർ 14 യോമുൽ അത്ഫാൽ, യോമുൽ അത്ഫാൽ ശിശുദിനം. അമാലത്തുൽ അത്ഫാലി ദംബുൻ കബീർ, ബാലവേല വലിയ കുറ്റമാണ്. കുട്ടികളെ, കുറച്ച് ചോദ്യങ്ങൾ പാദവാർഷികങ്ങളിൽ നിന്ന് കൂടി ഉണ്ടായിരിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ഇതേ ചാനലിലുള്ള ഓണപരീക്ഷയ്ക്കായി ഇറക്കിയ വീഡിയോ ക്ലാസ് കാണാവുന്നതാണ്. എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക, വിജയിക്കുക. വിജയാശംസകൾ.